നമസ്കാരം. പൂമലച്ചാൽ ടൂറിസം പദ്ധതി പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വമ്പിച്ച ദ്രുതഗതിയിലുള്ള പണികൾ നടക്കുകയാണ്. ഒരുപക്ഷെ അതിഗംഭീരമായ ഒരു സ്ഥലമാണിവിടം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജാണ്. നമസ്കാരം. ചെങ്ങന്നൂരിലെ പൂമലച്ചാൽ ടൂറിസം പ്രോജക്റ്റിൽ മഴവിൽ പാലം, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, വാട്ടർ ഫൗണ്ടൻ, റെയിൻ ഷെൽട്ടർ, പെഡൽ ബോട്ട് സംവിധാനങ്ങളാണ് ഉള്ളത്. 23 ഏക്കറിലായി പരന്നു കിടക്കുന്ന പൂമലച്ചാൽ ജലാശയത്തിലും പരിസരത്തുമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഈ പ്രോജക്റ്റ് അതിവേഗമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ജലാശയത്തിൽ എത്തിച്ചു. ചെങ്ങന്നൂർ പ്രോവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുൻവശത്താണ് ഈ ഇക്കോ ടൂറിസം പദ്ധതി. ചെങ്ങന്നൂർ ഹാച്ചറി ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആല ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ 2-3 വാർഡുകളിലായി പരന്നു കിടക്കുന്ന ഈ ടൂറിസ്റ്റ് സൈറ്റിൽ എത്താം. ജലാശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അസ്തമന സൂര്യൻ്റെ സുവർണ സ്പർശത്തിൽ വൈറ്റ് ഹൗസ് പോലെ അതിമനോഹരമായ കോളേജ് കെട്ടിടം കാണുമ്പോൾ ജലാശയത്തിന് നടുക്ക് ഒരു സുവർണ ക്ഷേത്രം പോലെ തോന്നിക്കും. പുഞ്ചപ്പാടത്തിൻ്റെ നടുക്ക് അനവധി ഏക്കറുകളുള്ള വട്ടമല ഒരു പ്രമുഖ വ്യവസായി വന്ന് കാണുന്നതോടെയാണ് ഈ പ്രദേശത്തിന് പരിണാമം സംഭവിക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്ന ജോർജ് മാത്യു പഴവന തൻ്റെ സ്വന്തം നാട്ടിൽ ഒരു സംരംഭം വേണമെന്ന ആഗ്രഹത്തോടെ വട്ടമല വിലയ്ക്ക് വാങ്ങി. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിനെ ഓർമ്മിപ്പിക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു നിർമ്മിതിയാണ് പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി പടുത്തുയർത്തിയത്. കോൺക്രീറ്റ് സൗധം പണിയുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, പരിസ്ഥിതിക്ക് ദോഷം വരാത്ത തരത്തിൽ മുഴുവൻ പ്രദേശവും ലാൻഡ്സ്കേപ്പിംഗ് നടത്തി. വെറും കോളനി ആയിരുന്ന ഈ പ്രദേശം മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാക്കി. MGM സൊസൈറ്റിയാണ് ഇപ്പോൾ ഈ സ്ഥാപനം നടത്തുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം പൂമലച്ചാൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് ആദ്യമായി ചെയ്തത് കുതിരവട്ടം ചിറയിൽ നിന്നും ആരംഭിക്കുന്ന ഇല്ലിമല തോട് നവീകരിക്കുകയായിരുന്നു. അതിനുശേഷം കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ KLDCയുടെ 10 കോടിയുടെ ബണ്ട് കെട്ടും വൃത്തിയാക്കലും പ്രവർത്തനങ്ങൾ നടത്തി. അതിനുശേഷമാണ് ചെങ്ങന്നൂരിലെ ആദ്യ ടൂറിസം പദ്ധതിയായ പൂമലച്ചാൽ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് 13.30 കോടി രൂപയുടെ DPR തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചത്. പതിറ്റാണ്ടുകളായി കാത്തുകിടന്ന പദ്ധതിക്ക് അവസാനം 3.42 കോടിയുടെ ഭരണാനുമതി ലഭിച്ചു. ശോഭന ജോർജ് MLA ആയിരുന്നപ്പോൾ വിഭാവനം ചെയ്ത ഈ പദ്ധതി PC വിഷ്ണുനാഥിൻ്റെയും KK രാമചന്ദ്രൻ നായരുടെയും കാലഘട്ടത്തിന് ശേഷം സജി ചെറിയാൻ മന്ത്രിയായപ്പോഴാണ് ജീവൻ വെച്ചത്. ഇതിൻ്റെ ഭാഗമായി ഒരു നിശ്ചിത പ്രദേശത്തെ ചാലിൻ്റെ അടിത്തട്ടിലെ പായലും ചെളിയും നീക്കം ചെയ്തു. ബോട്ടിങ്ങിന് ആവശ്യം വേണ്ട തരത്തിൽ ആഴം കൂട്ടി ചാലിൻ്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിച്ചു. ചിറയുടെ പാർശ്വങ്ങൾ സൗന്ദര്യവൽക്കരണം നടത്തി നടപ്പാത പൂർത്തിയാക്കും. ഇവിടെ പുൽത്തകിടിയോ കയർ ഭൂവസ്ത്രമോ വശങ്ങളിൽ ക്രമീകരിക്കും. ഇരുവശങ്ങളിലുമായി 250 മീറ്റർ നീളത്തിലാണ് നടപ്പാത ഒരുക്കുന്നത്. സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി ചാലിൻ്റെ 4 ഭാഗത്തും സംരക്ഷണ ഭിത്തി കെട്ടുന്ന ജോലി പൂർത്തിയാക്കി വരികയാണ്. കെട്ടിൻ്റെ മുകളിൽ സ്റ്റീൽ ബാരിക്കേഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പദ്ധതി വരുന്നതിന് മുമ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥി ഈ ചാലിൽ വീണ് മുങ്ങി മരിച്ചിരുന്നു. അതുകൊണ്ട് സുരക്ഷിതത്വത്തിന് കൂടുതൽ മുൻഗണന നൽകിയിരിക്കുകയാണ്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതി
രൂപകൽപ്പന ചെയ്ത് നൽകിയത്. ഇപ്പോൾ നടക്കുന്ന പണികൾ പൂർത്തിയായാൽ ഡെക്ക്, ടിക്കറ്റ് കൗണ്ടർ, പാർക്കിംഗ് ഗ്രൗണ്ട്, ടോയ്ലറ്റ് കോംപ്ലക്സ്, ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് ഫിറ്റിംഗ്സ്, പ്രദേശത്ത് വെളിച്ചം നൽകുന്നതിന് സോളാർ ലാമ്പുകൾ സ്ഥാപിക്കൽ എന്നിവ ഏർപ്പെടുത്തി ഈ പദ്ധതി വികസിപ്പിക്കും. ആലായിൽ നിന്നും ഹാച്ചറി ജംഗ്ഷനിലേക്കുള്ള റോഡിൻ്റെ ഈ പദ്ധതി പ്രദേശത്തുള്ള നിശ്ചിത ഭാഗം ഇരുവശവും കെട്ടി മണ്ണിട്ട് ഉയർത്തുന്ന ജോലികളും നടന്നു വരുന്നു. പദ്ധതിയുടെ പ്രവർത്തന പരിപാലന ചുമതല ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് ആയിരിക്കും. നികുതി ബാധ്യത കഴിച്ച് ശേഷമുള്ള ലാഭത്തിൻ്റെ 50% കൗൺസിലിനും 50% ആല പഞ്ചായത്തിനും ലഭിക്കും. കൂടുതൽ റൈഡുകൾ ഏർപ്പെടുത്തുന്നതോടെ ഈ പ്രദേശത്തിൻ്റെ ചിത്രം തന്നെ മാറി മറിയും.